ഗസറ്റഡ് പോസ്റ്റായ അസിസ്റ്റന്റ് ഡയറക്ടർ അറ്റ് നാഷണൽ സേവിങ്സ്, ഏറ്റവും കൂടുതൽ വാക്കൻസീസ് വരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, ഏറ്റവും മികച്ച വർക്ക് ലൈഫ് ബാലൻസോട് കൂടെയുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, സിവിൽ എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ജയിലർ, SBCID അസിസ്റ്റന്റ്, KAT അസിസ്റ്റന്റ് എന്നിങ്ങനെ ഒരുപാട് അവസരങ്ങളുമായി ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഡിഗ്രി ലെവൽ പ്രിലിംസ് 2026 വന്നത്. ആദ്യത്തെ സ്റ്റേജിൽ പുതിയ തരം ചോദ്യങ്ങളിലൂടെ അമ്പരപ്പിച്ച്, പിന്നീട് സ്റ്റേജ് 2ലും സ്റ്റേജ് 3ലും ആ അമ്പരപ്പിനെ ആളിക്കത്തിച്ചുകൊണ്ടാണ് ഈ ഡിഗ്രി ലെവൽ പ്രിലിംസ് സമാപിച്ചത്. കഴിഞ്ഞ 5 വർഷത്തെ 13 ഡിഗ്രി ലെവൽ പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സുമായി കമ്പയർ ചെയ്യുമ്പോഴും ഏറ്റവും ബുദ്ധിമുട്ടേറിയത് ഇത്തവണത്തെ 3 ക്വസ്റ്റ്യൻ പേപ്പറുകൾ തന്നെയാണ്. സിലബസ് വെയിറ്റേജിനോട് നീതി പുലർത്താത്ത ചോദ്യ പേപ്പറുകൾ, പരീക്ഷാ ഹാളിൽ ക്ലോക്ക് ഇല്ലാത്തതിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ എന്നിങ്ങനെ കുറേയധികം പരീക്ഷണങ്ങളിലൂടെയാണ് ഓരോ ഉദ്യോഗാർത്ഥിയും കടന്നുപോയത്. പക്ഷേ ലെറ്റ് മീ റിമൈൻഡ് യു വൺ തിങ്, ഇത്രയും പരീക്ഷണങ്ങൾ ഉണ്ടാവുമ്പോൾ അവിടെ പതറാതെ ക്ലാരിറ്റിയോടുകൂടെ മുന്നോട്ട് നീങ്ങുന്നവരല്ലേ വിജയികളാകുന്നത്. ഇത്രയും അധികം പേർ ഒരേ കാര്യം ആഗ്രഹിക്കുമ്പോൾ ആരവിടെ പതറാതെ ക്ലാരിറ്റിയോടുകൂടെ മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും മികച്ച റാങ്കുകൾ ഉറപ്പിക്കുന്നത്. നിങ്ങളുടെ ഏറ്റവും മികച്ച റാങ്കുകൾ ഉറപ്പിക്കാനായിട്ട് നമുക്കിന്ന് ഈ കൺഫ്യൂഷൻ എല്ലാം മാറ്റാം. എല്ലാവർക്കും നമസ്കാരം. പെപ് ടുഗദർ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുൻ വർഷ ട്രെൻഡുകൾ വെച്ച് കട്ട് ഓഫ് സാധ്യത പറയുന്നതിന് മുൻപായി ഈ പറയുന്ന ആൾക്ക് എന്തെങ്കിലും ക്രെഡിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കണ്ടേ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആൻഡ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് റാങ്ക് ഹോൾഡർ ആണ്. ഇവ രണ്ടും എന്റെ ആദ്യ അറ്റംപ്റ്റിൽ തന്നെയാണ് ഞാൻ ക്രാക്ക് ചെയ്തെടുത്തത്. കഴിഞ്ഞ 3 വർഷങ്ങളായി ഉദ്യോഗാർത്ഥികളെ മെന്റർ ചെയ്യുന്നു. ഈ കാലയളവിൽ 50-ലധികം ആസ്പിറൻസിനോട് കൂടെ നിന്ന് അവരെ റാങ്ക് ഹോൾഡേഴ്സ് ആക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് റിസൾട്ട് വന്നതിന് ശേഷം നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ടോപ്പ് 100 ഉൾപ്പെടെ മികച്ച വിജയങ്ങൾ നേടിയെടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബാച്ചിൽ നിന്ന് ഏറ്റവും മികച്ച വിജയത്തിലെത്തിയ 5 പേരെയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇനി നിങ്ങളുടെ ഊഴമാണ്. അതിലേക്കുള്ള ക്ലാരിറ്റി നമുക്കിവിടെ കണ്ടെത്താം. കട്ട് ഓഫിന്റെ സാധ്യതകളിലേക്ക് നമുക്ക് കടക്കാനായിട്ട് ആദ്യം തന്നെ മുൻ വർഷങ്ങളിൽ എങ്ങനെയായിരുന്നു കട്ട് ഓഫ് എന്ന് നോക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ ഗസറ്റഡ് അല്ലാത്ത പോസ്റ്റുകളിൽ SBCIDക്ക് അത്യാവശ്യം നല്ല കട്ട് ഓഫ് ഉണ്ടായിരുന്നു. 54.30 ആയിരുന്നു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കഴിഞ്ഞ തവണത്തെ അല്ല, അതിന് മുന്നത്തെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനോട് ചേർന്ന SBCID പരീക്ഷയ്ക്ക് കട്ട് ഓഫ് ആയിട്ടുണ്ടായിരുന്നത്. എക്സൈസ് ഇൻസ്പെക്ടറിനും 53.15 ഉണ്ടായിരുന്നു. ഇതൊക്കെ വേക്കൻസികൾ പിന്നെയും കുറവാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലും നമുക്ക് ഇത്തരം ഒരു ട്രെൻഡ് തന്നെ കാണാനായിട്ട് കഴിയും. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് 2023 50.59 ആയിരുന്നു. LSDD സെക്രട്ടറി ഒരു ഗസറ്റഡ് പോസ്റ്റ് ആയിരുന്നു അല്ലെ. എന്നിട്ടും 49.74 മാത്രമാണ് 2024 നടന്ന പഞ്ചായത്ത് സെക്രട്ടറി പരീക്ഷയ്ക്ക് കട്ട് ഓഫ് ആയിട്ടുണ്ടായിരുന്നത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കഴിഞ്ഞ വട്ടം 46.76 മാത്രമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണത്തെ SI ഓപ്പൺ മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 42.48ഉം ആംഡ് ബറ്റാലിയനിൽ 33 മാർക്കും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇനി ഇത്തവണ ഏറ്റവും കൂടുതൽ വാക്കൻസികൾ വരാൻ പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ KSFE KCB പോലുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് 39.08 ആയിരുന്നു കട്ട് ഓഫ് എങ്കിൽ KSRTC പോലുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള കട്ട് ഓഫ് 37.65 മാത്രമാണ്. അപ്പോ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കട്ട് ഓഫ് എങ്ങനെയായിരിക്കും എന്ന് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ അല്ലെ. പോസ്റ്റുകൾ മാറുന്തോറും കട്ട് ഓഫ് വല്ലാതെ മാറും അല്ലെ. ഇവിടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒക്കെ അത്യാവശ്യം അവർ 50 റേഞ്ചിൽ നിൽക്കുന്നുണ്ടെങ്കിലും കമ്പനി ബോർഡിലേക്ക് വരുമ്പോൾ വല്ലാതെ കുറയുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ നിങ്ങൾ ആ ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസിന്റേതായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്തവണത്തേക്കാളും ഈസിയർ ആയിരുന്നു. എന്നിട്ടും 39-37 റേഞ്ചിലായിരുന്നു കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇത്തവണ എത്രയായിരിക്കും കട്ട് ഓഫ്? പലരും പറയുന്നുണ്ട് സ്റ്റേജ് 1ലാണ് പാറ്റേൺ മാറിയത്, അതുകൊണ്ട് സ്റ്റേജ് 1കാർക്കാണ് നോർമലൈസേഷൻ വരാൻ പോകുന്നത്. സ്റ്റേജ് 1 ആയിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്. അങ്ങനെ ഓരോ സ്റ്റേജുകാരും അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് തെളിയിക്കാനായിട്ടുള്ള വാഗ്വാദത്തിലാണ്. പക്ഷേ നോർമലൈസേഷനിലേക്ക് വരുമ്പോൾ പല കാര്യങ്ങളും അവിടെ ബാധിക്കാൻ പോകുന്നുണ്ട്. ഡെലീഷൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. PSCയുടെ ഡെലീഷൻസിലേക്ക് നമ്മൾ പോകുമ്പോൾ ഓൺ ആൻ ആവറേജ് 5 ഡെലീഷൻസ് വരെയാണ് PSC നടത്തുന്നത്. താരതമ്യേന എളുപ്പമായിരുന്ന ഒരു ഡിഗ്രി ലെവൽ പ്രിലിം സ്റ്റേജിൽ 13ഓളം ഡെലീഷൻസ് വന്ന് അതിന് നോർമലൈസേഷൻ വന്നിട്ടുള്ള ചരിത്രം വരെയുണ്ട്. അതുകൊണ്ട് നമുക്ക് നോർമലൈസേഷനെ കുറിച്ച് ഡിഫിക്കൽട്ടി ലെവൽ മാത്രം വെച്ചിട്ട് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. ഡെലീഷൻസ് ഇനിയാണ് നമ്മൾ കാണാൻ കിടക്കുന്നുള്ളൂ അല്ലെ. അതുകൊണ്ട് തന്നെ കട്ട് ഓഫിനെ ഡെലീഷൻ ബാധിക്കും, പരീക്ഷയുടെ ഡിഫിക്കൽട്ടി ലെവൽ ബാധിക്കും, ഓരോ പോസ്റ്റിനും എങ്ങനെയാണ് വാക്കൻസി എന്നുള്ളത് ബാധിക്കും. അതുകൊണ്ടാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് പൊതുവെ കുറവുള്ള കട്ട് ഓഫ് വരുന്നത്. ഈവൻ ഓരോ വർഷത്തെയും കാൻഡിഡേറ്റ് അറ്റൻഡൻസ് റേറ്റ് വരെ ബാധിക്കും. ഇത്തവണ പൊതുവെ കുറവായിരുന്നു കാൻഡിഡേറ്റ് അറ്റൻഡൻസ് എന്നാണ് പറയുന്നത്. അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ കട്ട് ഓഫിനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റേജ് 1 ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് സ്റ്റേജ് 1ലുള്ളവർക്കാണ് നോർമലൈസേഷൻ എല്ലാം ലഭിക്കാൻ പോണത്. സ്റ്റേജ് 1ലായിരിക്കും ഏറ്റവും കുറവ് കട്ട് ഓഫ് എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. ഇനിയും കുറച്ചധികം കാര്യങ്ങൾ ഇവിടെ പങ്കുവഹിക്കാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, നോർമലൈസേഷൻ എന്ന് പറയുമ്പോൾ ഡിഫിക്കൽട്ടി ലെവൽ മാത്രം അനുസരിച്ചിട്ടല്ല,
ഡെലീഷനും എല്ലാ കാര്യങ്ങളും ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ആദ്യമേ ഒരു അസംഷനിലേക്ക് എത്താതിരിക്കുക. ഓക്കെ, ഞാൻ സ്റ്റേജ് 3-ലായിരുന്നു, അതുകൊണ്ട് സ്റ്റേജ് 1-കാർക്ക് നോർമലൈസേഷൻ കൂടുതൽ കിട്ടുമ്പോൾ ഞാനായിരിക്കും പുറകിൽ പോവുക, അതുകൊണ്ട് ഞാൻ പഠിക്കുന്നില്ല എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കാനായിട്ട് പാടില്ല. ഫൈനൽ കീ കൂടെ വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ മാർക്ക് മാറി മറിയാൻ പോകുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടണമെങ്കിൽ പ്രിലിംസിന്റെ ഡേറ്റ് തന്നെ വരണം. കാരണം PSCയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ ഡെലീഷൻ വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചില സാഹചര്യങ്ങളിൽ ഒരാവശ്യവും ഇല്ല എന്ന് തോന്നുന്ന ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെടുകയും ചില സാഹചര്യങ്ങളിൽ ഡിലീറ്റ് ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന പല ചോദ്യങ്ങളും ഡിലീറ്റ് ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യാറുണ്ട്. ഇതൊക്കെ PSC എന്ന സൈക്കോയ്ക്ക് മാത്രമേ അറിയൂ. അപ്പൊ എന്നായിരിക്കും നമുക്ക് റിസൾട്ട് വരിക? കഴിഞ്ഞ തവണ ജൂൺ 28 ആയപ്പോ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് കഴിഞ്ഞ് സ്റ്റേജ് 2 കഴിഞ്ഞ് പിറ്റേ മാസം ജൂലൈ 29 ആയപ്പോഴേക്കും റിസൾട്ട് വന്നു. നമുക്ക് പൊതുവെ 3 ആഴ്ചത്തെ ഒരു പീരീഡാണ് ഫൈനൽ ആൻസർ കീയിലേക്കായിട്ട് ഉണ്ടാവുക. അപ്പൊ ഫൈനൽ ആൻസർ കീ വരാനായിട്ട് ഇപ്പോ ജൂൺ 6 പരീക്ഷ കഴിഞ്ഞ് ജൂൺ 27 ആകുമ്പോഴേക്കും നമുക്ക് ഫൈനൽ ആൻസർ കീ പ്രതീക്ഷിക്കാം. ഫൈനൽ ആൻസർ കീ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രിലിംസ് റിസൾട്ടും പ്രതീക്ഷിക്കാം. അപ്പോ ജൂലൈ ഫസ്റ്റ് വീക്ക് ഓർ ജൂലൈ മിഡിനുള്ളിൽ നമുക്ക് പ്രിലിംസ് റിസൾട്ട് പ്രതീക്ഷിക്കാം. ഇത്തവണ ഒരു ചെറിയ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജ് 1-ന്റെ പോലും ഫൈനൽ ആൻസർ കീ വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഡിലേ ഈ ഒരു പ്രോസസ്സിൽ കാണാനായിട്ട് കഴിയും. അങ്ങനെ ഡിലേ ചെയ്താലും ജൂലൈ എൻഡിനുള്ളിൽ റിസൾട്ട് വരേണ്ടതാണ്. ഇനി ഇത്തരം കൺഫ്യൂഷൻ ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആരൊക്കെയാണ് മെയിൻസിനായിട്ട് പഠിക്കേണ്ടത്? ഡെലീഷൻ നിങ്ങളുടെ മാർക്കിനെ ബാധിച്ചേക്കാം, നോർമലൈസേഷൻ നിങ്ങളുടെ മാർക്കിനെ ബാധിച്ചേക്കാം. ഡിഫിക്കൽറ്റി ലെവൽ മാത്രം വെച്ചിട്ട് നിങ്ങൾ അളക്കാനായിട്ട് പാടില്ല. അതുകൊണ്ട് 3 സ്റ്റേജിലേക്കുമായിട്ട് ഒരു കോമൺ ത്രെഷോൾഡ് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ത്രെഷോൾഡ് കുറച്ചാണ് വെച്ചിട്ടുള്ളത്. കാരണം നിങ്ങൾ ഇപ്പൊ പ്രിലിംസ് കിട്ടില്ലെന്ന് ഉറപ്പിച്ച് നിങ്ങൾ പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇൻ കേസ് നിങ്ങൾ കയറി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മികച്ച പെർഫോമൻസോട് കൂടെ ഈ പ്രിലിംസിലെ ക്ഷീണമൊക്കെ മെയിൻസിന് തീർക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, അതായിരിക്കും ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള വിജയം. നിങ്ങൾ നേരെ ജോലിക്കാരാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ മാർക്കിൽ തന്നെ പഠിച്ചു തുടങ്ങാം. ഞാൻ മാർക്ക് പറയാം. 55-നും 60-നും ഇടയിലുണ്ടെങ്കിൽ നിങ്ങൾ അസിസ്റ്റന്റ് ഡയറക്ടർ അറ്റ് നാഷണൽ സേവിങ്സിനായിട്ട് പഠിച്ചു തുടങ്ങിക്കോ. കാരണം ഡിലീഷൻ മൂലം നെഗറ്റീവുകൾ കുറയാണ്. അല്ലെങ്കിൽ നോർമലൈസേഷൻ വഴി 55 എന്ന മാർക്ക് 60+ ആയി മാറുകയാണെങ്കിൽ നിങ്ങൾ നോർമലി കട്ട് ഓഫ് ക്ലിയർ ചെയ്യും. അപ്പൊ പിന്നെ നിങ്ങൾ അയ്യോ അസിസ്റ്റന്റ് ഡയറക്ടർ പഠിച്ചില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. വേക്കൻസികൾ കുറവാണ്, നിങ്ങൾക്ക് എയിം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. SBCID, എക്സൈസ് എന്നിവയ്ക്കായിട്ട് ഒരു 50 മാർക്കിന് മുകളിലുള്ളവർ തന്നെ പഠിക്കുക. കാരണം വേക്കൻസികൾ കുറവാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിലേക്ക് വരുമ്പോൾ 45-ന് മുകളിലുള്ളവരൊക്കെ പതിയെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനായിട്ട് പഠിച്ചു തുടങ്ങിക്കോ. കുറെയൊക്കെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ പോർഷൻസ് തന്നെയാണ്. 13 മാർക്കിന് ഒരു സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രമാണ് വരുന്നത്. ഇതിന്റെ ഒക്കെ സിലബസ് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ നൽകുന്നുണ്ട്. നല്ലപോലെ അനലൈസ് ചെയ്ത് പ്രിലിംസിന് നിങ്ങൾ ഉപയോഗിച്ച റിസോഴ്സസും ഒപ്പം കുറച്ച് ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കുന്ന എക്സ്ട്രാ റിസോഴ്സസുമായിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. എല്ലാം ഞാൻ ഈ ഒരു സെഷനിൽ തന്നെ പറയാം. സബ് ഇൻസ്പെക്ടറിനാണെങ്കിൽ 40-നും 45-നും ഇടയിലുള്ളവർ പഠിച്ചു തുടങ്ങിക്കോ. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണെങ്കിൽ 38-ന് മുകളിലുള്ളവർ പഠിച്ചു തുടങ്ങിക്കോ. ഞാനിവിടെ പ്രത്യേകം പറയാണ്, ത്രെഷോൾഡ് ഞാൻ കുറച്ചാണ് വെച്ചിട്ടുള്ളത്. കാരണം ആ ഒരു റിസൾട്ട് വരുന്നത് വരെയുള്ള ഒരു മാസം അയ്യോ പ്രിലിംസ് മോശമായി പോയല്ലോ, എല്ലാവരും മെയിൻസിന് പഠിക്കാണല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിച്ചിരുന്നിട്ട് നിങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടാവാൻ പോണില്ല. ഇൻ കേസ് നിങ്ങൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സത്യത്തിൽ ക്ലിയർ ആയത് യൂസ്ലെസ് ആയി പോകും. കാരണം നിങ്ങൾക്ക് പിന്നീടുള്ള സമയത്ത് പഠിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇപ്പം തന്നെ സിലബസിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പ്രിലിംസിൽ പഠിച്ച കാര്യങ്ങളെങ്കിലും സ്ട്രോങ്ങർ ആക്കി വെക്കാനായിട്ട് ശ്രമിച്ചോ. നിങ്ങളോട് ഞാൻ പ്രത്യേകം പഠിക്കാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ സിലബസുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ പ്രിലിംസിന്റെ കുറെ കാര്യങ്ങൾ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ 30 ദിവസങ്ങളിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പ്രിലിംസിൽ പഠിച്ച റിസോഴ്സസ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. നിങ്ങൾ പുതിയ കോച്ചിങ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അല്ലെ? നിങ്ങൾക്ക് അത് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാമല്ലോ. നിങ്ങൾ വെറുതെ വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ കട്ട് ഓഫ് വീഡിയോകൾ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാവാൻ പോണില്ല. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഗുണം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും അത് നഷ്ടമായി മാറില്ല എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയാണ്. കഴിഞ്ഞ തവണ KSFE, KCB പോലുള്ള പോസ്റ്റുകളിലേക്ക് വന്ന കട്ട് ഓഫ് ഓർത്തോ 39.08 മാത്രമാണ്. ഇതിലും ഈസിയർ ആയിട്ടുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസ് KSRTCക്ക് 37.65. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം വിട്ടുകളയണോ, നിങ്ങൾക്ക് പഠനം നിർത്തണോ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പഠനം നിർത്തിക്കോ, മറ്റു കാര്യങ്ങൾ നോക്കിക്കോ. പക്ഷേ ഈ ദിവസങ്ങളിൽ കട്ട് ഓഫ് എല്ലാ ദിവസവും കയറി നോക്കാനാണ് നിങ്ങൾക്ക് പ്ലാനെങ്കിൽ അതിലും ഭേദം നിങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പഠിക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ ആരൊക്കെയാണ് മെയിൻസിന് പഠിക്കേണ്ടതെന്ന്? ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ പറയാം. പ്രോപ്പർ ആയിട്ട് എക്സ്പെക്ടഡ് സിലബസ് എടുത്ത് നോക്കുക. ഇതാണ് നമ്മുടെ മെയിൻസ് ഇന്റൻസീവ് ബാച്ചിലും നമ്മൾ ചെയ്തിട്ടുള്ളത്. പ്രോപ്പർ ആയിട്ട് ഓരോ സബ്ജക്റ്റിനെയും കുറിച്ച് ഓവർവ്യൂ ആണ് ഇനീഷ്യൽ ആയിട്ടുള്ള ആഴ്ചകളിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്തത്. ഇന്നാണ് അവർക്ക് ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം അവർ എയിം ചെയ്യുന്നത് ടോപ്പ് 100 റാങ്ക് ആണ്. അതുപോലെ തന്നെ നിങ്ങളും ശ്രമിക്കുക.
നിങ്ങൾ എക്സ്പെക്ടഡ് സിലബസ് നല്ലപോലെ ഒന്ന് നോക്കുക. നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓവർലാപ്പിംഗ് ആയിട്ടുള്ള പോർഷൻസ് എങ്കിലും നിങ്ങൾ മികച്ച രീതിയിൽ പഠിച്ചു വെക്കാം. എക്സ്പെക്ടഡ് സിലബസ് എല്ലാം ഞാൻ നമ്മളെ ടെലിഗ്രാം ചാനലിൽ കൊടുക്കുന്നതാണ്. ഈ ഒരു മാസത്തിൽ പ്രിലിംസ് ഓവർലാപ്പ് ഉള്ള ഏരിയകളെങ്കിലും നിങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ പഠിക്കുക. അതുപോലെ തന്നെ ഫെമിലിയർ ഏരിയാസ് നിങ്ങൾ കവർ ചെയ്ത് വെക്കുക. മികച്ച ഷെഡ്യൂളോടുകൂടെ എഫിഷ്യന്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ഈ ഒരു ടൈമിനെ നിങ്ങൾ തന്നെ ഏറ്റവും ബെറ്റർ ആക്കാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾ തന്നെ നമ്മളുടെ ഈ ഒരു ബാച്ചിലുള്ളവരുടേതായിട്ടുള്ള ഡെയിലി ചെക്കിൻസ് കണ്ടിട്ടുണ്ടാവും. അവർ എത്രത്തോളം എഫിഷ്യന്റ് ആയെന്നുള്ളതൊക്കെ. അപ്പൊ ഡെയിലി ചെക്കിന്റെ ഫോർമാറ്റ് ഒക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിലുണ്ട്. നിങ്ങളും എഴുതി മികച്ച രീതിയിൽ പഠിച്ചു തുടങ്ങുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ നിങ്ങളെ തന്നെ ഏറ്റവും മികച്ച വ്യക്തികളാക്കേണ്ടതാണ് ഇമ്പോർട്ടന്റ്. നിങ്ങൾ പ്രിലിംസിന്റെ കട്ട് ഓഫിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കാതെ നിങ്ങളിലെ ബെസ്റ്റ് വേർഷൻ കൊണ്ടുവരുന്നതിലേക്ക് ഫോക്കസ് ചെയ്യുക. ഇനി ഷുവർ ഷോട്ട് ആയിട്ടുള്ളവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻ വർഷ ഡിഗ്രി ലെവൽ മെയിൻസുകളിലെ ചോദ്യങ്ങൾ നിങ്ങൾ നോക്കുക, എങ്ങനെയാ ചോദിക്കണേ. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്സിന് അടക്കം നിങ്ങൾക്ക് ഇഗ്നുവിന്റെ അടക്കം മെറ്റീരിയൽസ് ലഭിക്കും. സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് അടക്കം പലരും പഠിച്ചത് എല്ലാ കോച്ചിങ് ക്ലാസ്സുകളിലും നോട്ടുകൾ നൽകിയത് ഇഗ്നു മെറ്റീരിയൽസ് വെച്ചിട്ടാണ്. ഇഗ്നുവിൽ നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ പേരും ഇഗ്നു എന്നൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ മെറ്റീരിയൽസ് ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കും. NCERTs SCERTs നിങ്ങൾ കവർ ചെയ്യാനുള്ളത് ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾ കവർ ചെയ്യുക. ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ നിങ്ങൾ NCERTകൾക്ക് കുറച്ചും കൂടെ ഫോക്കസ് കൊടുക്കുക. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഇഗ്നു റിസോഴ്സസ് ഓൾറെഡി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഒരൊറ്റ കാര്യം മനസ്സിലാക്കുക, ഇനി ഏതാണ്ട് 30 ദിവസങ്ങളാണ് റിസൾട്ട് വരാനായിട്ടുള്ളത്. ആ ദിവസങ്ങളിൽ നിങ്ങൾ വെറുതെ വിഷമിച്ച് സമയം കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഗ്രസ് 0% ആയിരിക്കും. പക്ഷേ ഈ 30 ദിവസങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെയിൻസിലേക്ക് ഏതാണ്ട് 100 ദിവസങ്ങൾ ആണെന്ന് നമ്മൾ നോക്കുമ്പോൾ 30% ആയിരിക്കും നിങ്ങളുടെ പ്രോഗ്രസ്. നിങ്ങൾ പഠിക്കാതിരുന്ന് നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ദൂരം താണ്ടാനുള്ളത് വളരെയധികം കഷ്ടപ്പാടായി മാറും. അതുകൊണ്ട് സ്വന്തമായിട്ടാണെങ്കിലും നിങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ പഠിക്കുക. നിങ്ങൾക്ക് ടോപ്പ് 100 റാങ്കിൽ എത്തണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്റൻസീവ് ബാച്ച് നമ്മൾ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജനറൽ ബാച്ച് ഈ ഒരാഴ്ചയിൽ തന്നെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്ഡേറ്റ്സ് ടെലിഗ്രാം ചാനലിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇന്റൻസീവ് ബാച്ചിൽ മെന്റർഷിപ്പും ഡെയിലി ലൈവ് സെഷൻസും ഒക്കെ ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയാം, പ്രിലിംസ് റിസൾട്ട് വരുമ്പോഴേക്കും അവിടെ പോർഷൻസ് ഏതാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ. ജൂലൈ അവസാനം ആവുമ്പോഴേക്കും പോർഷൻസ് എല്ലാം കഴിഞ്ഞ് ഓഗസ്റ്റിലേക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം ബാക്കി വെച്ച് നല്ലപോലെ റിവൈസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളുടെ ടോപ്പ് 100 ബാച്ച് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം ഇവിടെ നമ്മൾ എയിം ചെയ്യണത് അയ്യോ എനിക്ക് എങ്ങനെയെങ്കിലും റാങ്ക് ലിസ്റ്റിലേക്ക് കയറി പറ്റണം എന്നല്ല, ടോപ്പ് 100 എത്തണം. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ തവണ പ്രിലിംസ് റിസൾട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് തുടങ്ങിയത്. അതുകൊണ്ട് നമുക്ക് ടോപ്പ് 100ൽ 6 പേരെ എത്തിക്കാനായിട്ട് കഴിഞ്ഞുള്ളൂ. പക്ഷെ ഇത്തവണ നമുക്കിത് നേടിയെടുക്കണം. ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം, ഇവിടെ റാങ്ക് നേടി എന്ന് ഞാൻ പറയുന്നവരെല്ലാം, ടോപ്പ് 100ൽ എത്തി എന്ന് ഞാൻ പറയുന്നവരെല്ലാം പ്രോപ്പറായ AI സെഷൻസും ക്ലാസ്സുകളും കേട്ട് ഇന്ററാക്ട് ചെയ്ത് ഇവിടെ നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ളവരാണ്. അല്ലാതെ ഒരു 10-5 മിനിറ്റിന്റെ ഇന്റർവ്യൂ ഗൈഡൻസ് വഴിയുള്ള റാങ്കുകളെ കുറിച്ചല്ല ഞാൻ ഇവിടെ പറയുന്നത്. ഒരിക്കലും നിങ്ങൾ മിസ്ലീഡ് ചെയ്യപ്പെടാതിരിക്കുക. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും ഈ 30 ദിവസങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ പഠിക്കുക. എപ്പോഴും ഓർക്കുക, വീണ് കിടക്കുന്നവനല്ല, വീണെടുത്തുനിന്ന് എഴുന്നേറ്റ് പൊരുതുന്നവനാണ് ഏറ്റവും മികച്ച വിജയത്തിലേക്ക് എത്താനായിട്ട് പോകുന്നത്. അപ്പൊ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. ബൈ.